നമുക്കൊരിക്കലും മെൻ്റലി കയറി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ലോകം എത്തിച്ചിരിക്കുകയാണ്. ഈ സീറ്റിൽ ഇരിക്കാൻ വരെ ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവനും ചെറിയവനും, ജാതി മതം തകർന്നു. അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. ഒരു രാജ്യത്തിന് വേണ്ടി ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല, അവൻ്റെ കമ്മ്യൂണിറ്റിക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല, അവരുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കും. ഇവിടെ എപ്പോഴും എന്തായിരിക്കും, അവരവരുടെ മതത്തിന് വേണ്ടി ഒക്കെ ആയിരിക്കും. മനുഷ്യനാൽ പീഡനത്തിന് ഇരയാകുന്നു എന്ന് സ്വയം മനുഷ്യന് വെറുക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. പട്ടിക്ക് ആഹാരം കൊടുത്താലും മനുഷ്യന് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും അഴുക്ക മനോഭാവം. സമൂഹം ഇങ്ങനെ പ്രത്യേക ഒരു ആംഗിളിലൂടെ ലോകത്തെ നോക്കി കാണുന്നത് കൊണ്ട് ഞാൻ ജനിച്ചത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചപ്പാടിൽ വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ല, ഈ ആത്മീയതയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പല രീതിയിലാണ് മനുഷ്യരിത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ, അതായത് ഭൗതികം, ആത്മീയത, ഇതൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഒരു വശം മാത്രമായിട്ട് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒരിക്കലും, അതായത് ആത്മീയത മാത്രമായിട്ടോ ഭൗതികം മാത്രമായിട്ടോ നിലനിൽക്കില്ല. വേറൊരു ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരും ഏലിയൻസ്. ജീവൻ എന്ന് പറയുന്നത് എവിടെയുള്ളൂ? ഭൂമിയിലേ ഉള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഒന്ന് തുടങ്ങി അവസാനിക്കുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവനും ചെറിയവനും, ജാതി തകർന്നു. അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും.